ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കർശന നടപടിക്ക് ആരോഗ്യവകുപ്പ് ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അനധികൃതമായി പണം കൈപ്പറ്റിയവരിൽ നിന്ന് 18% പലിശ സഹിതം ഈ പണം തിരിച്ചുപിടിക്കാൻ നിർദ്ദേശം വന്നിട്ടുണ്ട്. അനധികൃതമായി പെൻഷൻ വാങ്ങിയ 373 പേരുടെ പട്ടിക 24-ന് ലഭിച്ചിട്ടുണ്ട്. MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. പ്രതീഷ്, വെരി 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 ഗുഡ് മോർണിംഗ് ആൻഡ് മെറി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഈ ക്ഷേമ പെൻഷൻ വിഷയത്തിൽ ഏറ്റവും അധികം ജീവനക്കാർ ആരോഗ്യവകുപ്പിൽ നിന്ന് തന്നെയാണെന്ന് ആ പട്ടിക വ്യക്തമാക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏത് രീതിയിലുള്ള നടപടി, ഈ 18% പലിശ അടക്കം അത് തിരിച്ചു പിടിക്കുന്നു, അതോടൊപ്പം തന്നെ അവർക്കൊരു മോറൽ ഇഫക്റ്റ്, ഒരു ധാർമ്മികമായ ഒരു ഇമ്പാക്റ്റ് കൂടെ അവിടെ ഉണ്ടാകണമല്ലോ. മേലാൽ ഇത് ഒരു വകുപ്പിലും ഒരു ഡിപ്പാർട്ട്മെന്റുകളിലും ആവർത്തിക്കാൻ പാടില്ല. അപ്പോൾ അതിനെന്തൊക്കെ നടപടികളാകുക സ്വീകരിക്കുക? ക്രിസ്റ്റീന, പ്രജിൻ, വെരി ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് വലിയ ചർച്ചയായ, വലിയ വിവാദമായ വിഷയമായിരുന്നു അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത്, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് എന്നത് വലിയ ചർച്ചയായിരുന്നു. ഇതിൽ 1458 പേരുടെ പട്ടികയാണ് സർക്കാർ തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ അനർഹർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ളത് ആരോഗ്യ വകുപ്പിലാണ്. അതും 373 പേരാണ് അനധികൃതമായി ആരോഗ്യ വകുപ്പിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ ഒരു ശക്തമായ നടപടിയിലേക്ക്, അല്ലെങ്കിൽ ഒരു കർശന നടപടിയിലേക്ക് ആരോഗ്യ വകുപ്പ് കടന്നിട്ടുള്ളത്. അനധികൃതമായ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവരിൽ നിന്ന് 18% പലിശ സഹിതം തിരിച്ചു പിടിക്കാനാണ് നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുന്നു. ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. ഇവരിൽ നിന്ന് കൃത്യമായി പണം പലിശ സഹിതം തിരിച്ചു പിടിക്കണം എന്നതാണ് നിർദ്ദേശം. ഈ 373 പേരുടെ പട്ടിക കൂടി ഇപ്പോൾ 24 പുറത്തുവിടുകയാണ്. ഇതിൽ 373 പേരുടെ പേരുകളുണ്ട്. ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരാണ്. ഇതിൽ നഴ്സിംഗ് അസിസ്റ്റന്റുമാർ, ഒപ്പം അറ്റൻഡർ, പാർട്ട് ടൈം സ്വീപ്പർ, ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നിങ്ങനെയുള്ള കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവരാണ് അനധികൃതമായി പെൻഷൻ വാങ്ങിയത്. ഇവരുടെ പേരുവിവരങ്ങൾ അടക്കം പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഇവരിൽ നിന്ന് 18% പലിശ സഹിതം തിരിച്ചുപിടിക്കാൻ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വലിയ സർക്കാരിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു ഇത്തരത്തിൽ അനർഹമായ ക്ഷേമ പെൻഷൻ സർക്കാർ സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇവർ വാങ്ങിക്കൂട്ടിയത്. എന്തായാലും മറ്റു വകുപ്പുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നടപടി തുടങ്ങിയിരുന്നു. പൊതുഭരണ വകുപ്പിൽ പിരിച്ചുവിടാനായിരുന്നു നിർദ്ദേശം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ ആരോഗ്യ വകുപ്പിലും നടപടി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിന്റെ തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ 373 പട്ടിക അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുകയും ചെയ്തത്.